ഹരി ഓം. മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ കാണുന്നത്. നമ്മുടെ ഉള്ളിലുള്ള വിപരീത ഊർജത്തെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ഫലം കൂട്ടാൻ ഈ മന്ത്രം സഹായിക്കുന്നു എന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ശാരീരികവും മാനസികമായും ശുദ്ധി പാലിക്കണം എന്നത് ആചാര്യന്മാർ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ ജന്മത്തിൽ തനിക്കായി മാറ്റിവെക്കപ്പെട്ട കർമ്മങ്ങൾ എല്ലാം പൂർത്തിയാക്കിയ ശേഷം ശരീരത്തിൽ നിന്നും സ്വയം വേർപെടേണ്ട സമയത്ത് മാത്രം തന്റെ ജീവന്റെ ബന്ധം ഈ ശരീരത്തിൽ നിന്നും മാറ്റേണമേ എന്നാണ് മന്ത്രം ജപിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പരമരഹസ്യമായിരുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രം മാർക്കണ്ഡേയ ഋഷിയാണ് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ദക്ഷശാപ ഫലമായി രോഗിയായിത്തീരുന്ന ചന്ദ്രദേവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി മാർക്കണ്ഡേയ ഋഷി മഹാമൃത്യുഞ്ജയ മന്ത്രം ദക്ഷപുത്രിയായ സതിക്ക് നൽകുകയായിരുന്നു. ഇത്തരത്തിൽ മന്ത്രം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയെന്നത് പറയപ്പെടുന്നു. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോ മുഷിയമാമൃതാത്. 4 വരികളിൽ ജീവനറ്റ കാതലായ സത്വത്തെ സംരക്ഷിച്ചു വച്ചിരിക്കുന്ന മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. അകാരണമായ മൃത്യുഭയം പിന്തുടരുന്നവരിൽ മനക്കരുത്തും ജീവരക്ഷയും പ്രദാനം ചൊരിയുന്ന മന്ത്രമാണ് ഇത്. അതായത് മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് സാരം. ജപിക്കുന്ന ആളിന്റെ പ്രാണന് ഫലം നൽകുവാൻ പാകത്തിനുള്ളതാണ് ഇതിലെ വരികൾ. ഒരു ദിവസം 108 അല്ലെങ്കിൽ 1008 വൃത്തിയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഇനി അതിനു സാധിച്ചില്ലെങ്കിൽ കുറഞ്ഞത് ഒരാവൃത്തിയെങ്കിലും ഈ മന്ത്രം ശുദ്ധിയോടെ ജപിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് ആചാര്യന്മാർ പറയുന്നു. ഹരേ കൃഷ്ണ.